ഇത് ജാഫർ ഇടുക്കി. എന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ അടിമുടി ഇടുക്കിക്കാരാണെന്നാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ അയൽവക്കംകാരും ബാല്യകാല സുഹൃത്തുക്കളും ഒക്കെയാണ്. ബാക്കിയൊക്കെ അണ്ണച്ചി പറയും. അണ്ണച്ചി പറയണ കറക്റ്റാ പറയുള്ളൂ. അപ്പം സ്ഥാനാർത്ഥി പറഞ്ഞാൽ കറക്റ്റല്ല. അല്ലല്ല, എൻ്റെ വാപ്പാടെ ഒരു കൂട്ടുകാരൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ പപ്പാടെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ വാപ്പ. അവർ തമ്മിൽ കൂട്ടായിരുന്നു, പാർട്ടിപരമായിട്ടും അങ്ങനെയായിരുന്നു. ഞാൻ മിമിക്രി പഠിച്ചെടുത്ത ഒരാളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റൈലിൽ അയാളുടെ ഒരു അണ്ടർഗ്രൗണ്ട് അയാൾ താമസിക്കുന്നതിൻ്റെ അടുത്ത്. ഇപ്പോൾ ഞങ്ങൾ 6-7 പേരിങ്ങനെ മിമിക്രി പഠിക്കുമ്പോൾ 2 കൈയും പുറകോട്ട് വെച്ച് ഇങ്ങനെ വന്നിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ആളായത്. അങ്ങനെ പ്രാക്ടീസ് കാണുന്നു. പിന്നെ ഞങ്ങളൊരു പാലിയത്തുകാരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കുറുക്കുവഴിയുണ്ട്, നേരെ തടിയമ്പാടിന്. അതിനെ കയറി വരുമ്പോൾ ഒരു മഞ്ഞ മാമ്പഴം ഉണ്ടാകുന്ന ഒരു മാവ് ഇല്ലേ, വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പുറത്തെ തൊടിയില്ല. അത് പറിക്കാൻ കയറും. ചേട്ടനനിയന്മാർ 3-4 പേരുണ്ട്. അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് താഴെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. എന്നാ അവിടെ ഉണ്ടോ? അപ്പം ഉണ്ട്, ഇടട്ടെ. അങ്ങനെ നോക്കിയും കണ്ടും വർത്തമാനം പറഞ്ഞിരുന്ന അദ്ദേഹം ഇന്ന് 5 വർഷം MP ആയിട്ട് പോയി. ഇനിയിപ്പം അടുത്ത വർഷവും ഇനിയുള്ള വർഷങ്ങൾക്ക് നമുക്ക് ഈ MP മതിയെന്നേ, അതൊന്ന് പറയാൻ വേണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം അറിയാം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ ഈ കേരളത്തിലും ഇന്ത്യയിലും വേറെ ഒരു പാർട്ടിയും കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ള മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കലാകാരന്മാർ കൂടുതലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കാര്യം വെച്ചാൽ സത്യമായിട്ടുള്ള ഒരു പാർട്ടി അവരേ ഉള്ളൂ, പാവങ്ങളുടെ കൂടാനുള്ളൊരു പാർട്ടി അവരേ ഉള്ളൂ, എന്തിനും കൂടുന്ന ഒരു പാർട്ടി അതേ ഉള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വൻ വിജയമാക്കുക. അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ ജോയ്സ് ജോർജ് MP ആക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം. ഓക്കെ.